അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രവാചക ചരിത്രത്തിന്റെ ഏതാനും ചില ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മക്കയിലുള്ള ഗോത്ര തലവന്മാർ പ്രവാചകന്റെ മതപ്രഭാഷണം നിർത്തുന്നതിനു വേണ്ടി പല വഴികളും അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇസ്ലാം മതം സ്വീകരിച്ച ആളുകളെ അവർ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. മാത്രവുമല്ല, അവർക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇങ്ങനെ സാഹചര്യം വളരെ മോശമായിക്കൊണ്ടിരുന്നു. തന്റെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കണ്ട് പ്രവാചകൻ വളരെയധികം സങ്കടത്തിലായി. ഒരു ദിവസം രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയിലേക്ക് പോകാൻ തീരുമാനിച്ചു. പ്രവാചകന് കഅബ സന്ദർശിക്കുവാൻ വളരെയധികം ഇഷ്ടമായിരുന്നു. അങ്ങനെ പ്രവാചകൻ മണിക്കൂറുകളോളം കഅബയിൽ ചിലവഴിച്ചു. കുറച്ചു കഴിഞ്ഞ് പ്രവാചകന് ഉറക്കം വന്നപ്പോൾ അവിടെ തറയിൽ കിടന്ന് ഉറങ്ങുകയും ചെയ്തു. അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പ്രവാചകന്റെ അരികിൽ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഉറങ്ങുന്ന പ്രവാചകനെയും എടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാം കഅബയുടെ പുറത്തേക്ക് വന്നു. അങ്ങനെ കഅബയുടെ പുറത്ത് അതിമനോഹരമായ ഒരു മൃഗം നിൽക്കുന്നുണ്ടായിരുന്നു. ആ മൃഗം കഴുതയേക്കാൾ വലിപ്പമുണ്ടായിരുന്നു, എന്നാൽ കുതിരയേക്കാൾ ചെറുതും ആയിരുന്നു. ആ മൃഗത്തിന്റെ ഇരുവശത്തും അതിമനോഹരമായ ചിറകുകളും ഉണ്ടായിരുന്നു. ഈ മനോഹരമായ ജീവിയെ ബുറാഖ് എന്നാണ് പറയുന്നത്. പ്രവാചകൻ അതിന്റെ പുറത്ത് കയറിയ ഉടനെ തന്നെ ആ മൃഗം മുന്നോട്ട് കുതിച്ചു. അങ്ങനെ ആ മൃഗം പ്രവാചകനെയും കൊണ്ട് യാത്ര ചെയ്യുവാൻ തുടങ്ങി. ആ യാത്ര ജെറുസലമയിലേക്കായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവർ ജെറുസലമയിൽ എത്തി. അവിടെ പ്രവാചകൻ തകർന്നടിഞ്ഞ ആരാധനാലയത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടു. അവിടെ നിന്നും പ്രവാചകൻ ആ ബുറാഖ് എന്ന മൃഗത്തിന്റെ പുറത്തു നിന്നും ഇറങ്ങി ആരാധനാലയത്തിന്റെ അരികിലേക്ക് നടന്നു. അങ്ങനെ അതിനരികിൽ എത്തിയപ്പോൾ മുൻകാല പ്രവാചകന്മാരെ പ്രവാചകൻ അടുത്തു വെച്ചു കണ്ടു. അതിൽ ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം, മറ്റു പ്രവാചകന്മാരെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ചു കണ്ടു. അവരുടെ എല്ലാവരുടെയും ആത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങിയതായിരുന്നു അത്. അവരെല്ലാവരും വളരെ ബഹുമാനത്തോടും ആദരവോടും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിച്ചു. അവരെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറകിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം ബുറാഖിന്റെ പുറത്ത് കയറാൻ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അങ്ങനെ ആ ബുറാഖ് പ്രവാചകനെയും കൊണ്ട് ആ ആരാധനാലയത്തിൽ നിന്നും പുറപ്പെട്ടു തുടങ്ങി. അങ്ങനെ അത് നേരെ ആകാശത്തിലേക്ക് ഉയർന്നു. അതിവിശിഷ്ടമായൊരു യാത്രയായിരുന്നു അത്. അങ്ങനെ മെല്ലെ മെല്ലെ ഈ ലോകത്തിന്റെ രൂപം മറഞ്ഞുകൊണ്ടിരുന്നു. സ്വർഗത്തിന്റെ വ്യത്യസ്ത നിലയിലുള്ള ഓരോ കവാടങ്ങളിലൂടെയും പ്രവാചകൻ കടന്നുപോയി. ബുറാഖ് ചിറകുകൾ വിടർത്തിയ ഒരു പക്ഷി പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൊണ്ട് പറന്നുപോയി. സ്വർഗത്തിന്റെ 7 നിലകളിൽ ഓരോന്നോരോന്നായി കടന്നുപോയി. അങ്ങനെ സ്വർഗത്തിൽ എത്തി. അവിടെ എത്തിയപ്പോൾ ആദ്യം കണ്ട ആ പ്രവാചകന്മാരെ എല്ലാവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിൽ വെച്ച് കണ്ടു. അങ്ങനെ അവർ പ്രവാചകനെ കണ്ടപ്പോൾ ഓരോരുത്തരും പ്രവാചകനെ ആശീർവദിച്ചു. അങ്ങനെ സ്വർഗത്തിന്റെ ഏറ്റവും മുൻപന്തിയിൽ എത്തിയപ്പോൾ മഴവില്ലിന്റെ ആകൃതിയിലുള്ള ഒരു മരം കണ്ടു. ഇതിനെയാണ് സിദ്റത്തുൽ മുൻതഹ എന്ന് അറിയപ്പെടുന്നത്. അല്ലാഹുവിനല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ഒരു കാര്യവും അറിയുകയില്ല. എന്നിട്ട് പ്രവാചകൻ അവിടെ ഇരുന്നു. പതുക്കെ പ്രവാചകൻ അല്ലാഹുവിന്റെ സാന്നിധ്യവും സാമീപ്യവും സിദ്റത്തുൽ മുൻതഹയിൽ നിന്നും താഴേക്ക് ഇറങ്ങുന്നത് പ്രവാചകൻ അനുഭവിക്കാൻ തുടങ്ങി. പെട്ടെന്ന് മുകളിൽ നിന്നും ഒരു പ്രകാശം പരന്നു. പ്രവാചകൻ അമ്പരന്നു. പിന്നീട് അതിൽ നിന്നും പ്രവാചകൻ ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അനുയായികളോടും ദിവസവും നിർബന്ധമായും 50 വക്ത് നിസ്കരിക്കണമെന്ന് ആജ്ഞാപിച്ചു. പ്രവാചകൻ അത് സമ്മതിക്കുകയും ജിബ്രീൽ അലൈഹിസ്സലാമുമായി തിരിച്ചു പോരുകയും ചെയ്തു. അങ്ങനെ പ്രവാചകൻ ആ ബുറാഖ് എന്ന വാഹനത്തിലൂടെ ഓരോ നിലയിലുള്ള സ്വർഗവും കടന്നു പ്രവാചകൻ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നു. അവിടെ നിന്നിരുന്ന മൂസാ നബി അലൈഹിസ്സലാമിനെ പ്രവാചകൻ കണ്ടപ്പോൾ പ്രവാചകനോടുള്ള അള്ളാഹുവിന്റെ ആ കൽപ്പന മൂസാ നബിയെ അറിയിച്ചു. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പ്രവാചകനോട് തിരിച്ചു പോകുവാനും നിസ്കാരത്തിന്റെ കണക്ക് കുറച്ചു തരുവാനും മൂസാ നബി അലൈഹിസ്സലാം പ്രവാചകനോട് പറഞ്ഞു. അത് കേട്ട് പ്രവാചകൻ തിരിച്ചു പോവുകയും സിദ്റത്തുൽ മുൻതഹയിൽ എത്തുകയും ചെയ്തു. അങ്ങനെ പ്രവാചകൻ അള്ളാഹുവിനോട് നിസ്കാരങ്ങളുടെ എണ്ണം കുറച്ചു തരുവാൻ അപേക്ഷിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അംഗീകരിക്കുകയും നിസ്കാരത്തിന്റെ എണ്ണം പകുതി കുറക്കുകയും ചെയ്തു. വീണ്ടും പ്രവാചകൻ തിരിച്ചു പോന്നു. അവിടെ എത്തിയപ്പോൾ മൂസാ നബിയെ കാണുകയും നിസ്കാരത്തിന്റെ എണ്ണം കുറച്ചതിനെ കുറിച്ച് മൂസാ നബിയോട് അറിയിക്കുകയും ചെയ്തു.
വീണ്ടും മൂസാ നബി അലൈഹിസ്സലാം പ്രവാചകനോട് നിസ്കാരത്തിന്റെ എണ്ണം കുറച്ചു തരുവാൻ അള്ളാഹുവിനോട് അപേക്ഷിക്കാൻ പറഞ്ഞു. പ്രവാചകൻ അത് സമ്മതിക്കുകയും വീണ്ടും സിദ്റത്തുൽ മുൻതഹയിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്തു. വീണ്ടും പ്രവാചകൻ നിസ്കാരത്തിന്റെ എണ്ണം കുറച്ചു തരുവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഇങ്ങനെ പലതവണ ആവർത്തിച്ചു. അങ്ങനെ അവസാനം അള്ളാഹു നിസ്കാരം ദിവസവും 5 ചുരുക്കുകയും ചെയ്തു. അങ്ങനെ പ്രവാചകൻ ആ ബുറാഖി എന്ന വാഹനത്തിൽ കയറി തിരിച്ചു കഅബയിൽ തന്നെ എത്തി. ഈ യാത്രയെയാണ് ഇസ്രാ മിഅ്റാജ് എന്ന് അറിയപ്പെടുന്നത്. ഇത് വളരെ ചുരുങ്ങിയ രൂപത്തിലുള്ള ഒരു അവതരണമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.